കേരളീയരും സൂപ്പറാണെന്ന് പറയുന്ന കുറേ ഫിലിപ്പൈൻസുകാരുണ്ട് ദുബായിൽ. വലതുകാലെടുത്തു വെച്ച് കേരളത്തിലേക്ക് വന്ന കേരളത്തിൻ്റെ സ്വന്തം മരുമക്കൾ. മലയാള സിനിമയും പാട്ടും ഓണവും വിഷുവും തൃശ്ശൂർ പൂരവുമൊക്കെ ഇവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നമസ്കാരം. മലയാളം ഇല്ല. കുറച്ച് കണ്ണിക്കാനും നീരം കമലാനീത്രന്തി നിറമേറും മഞ്ഞാത്തുകിൽ ചാർത്തി ജൊനാലിൻ ഇപ്പോൾ ജാനകിയാണ്. 17 വർഷം മുൻപ് തിരൂരങ്ങാടി സ്വദേശി രവികുമാറിന്റെ ജീവിതത്തിലൂടെ കേരളത്തിലേക്ക് കാലെടുത്തു വെച്ച ഫിലിപ്പൈൻസുകാരി. ദുബായിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇരുവരും പരിചയപ്പെട്ടത്. മലപ്പുറം തിരൂരങ്ങാടി. തിരൂരങ്ങാടി അമ്മന്റെ തറവാട്, അച്ഛന്റെ അടവനാട്, കുത്തിപ്പുറം. ഇത് ഗണേഷ് ഐസ ദമ്പതികൾ. 14 വർഷം മുൻപ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയവർ. ഐസയ്ക്ക് മലയാളം ഇപ്പോഴും പക്ഷേ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല. Relatives, yeah, they're fine. They're great. Yes. Very welcoming and it's overwhelming actually. Overwhelming. Acceptance, yes. I know only the basic like wellam, amma indiye, chor karicho, chai kuricha, like that. Writing and reading, I know. Samsarikyam, arilye. Para you, mansalag. ഇങ്ങനെ ഫിലിപ്പൈൻസിൽ നിന്നും കേരളത്തിന്റെ മരുമക്കളായി വന്ന കുറെ പേരുണ്ട് UAE-യിൽ. എല്ലാവരും തന്നെ സ്ത്രീകൾ. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ 30 വർഷം മുൻപ് ഫിലിപ്പൈൻസുകാരി പെർളയെ വിവാഹം കഴിച്ച ശിവദാസനാണ്. ദുബായ് രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ശിവദാസൻ. പെർളയ്ക്കും കൊട്ടാരത്തിൽ തന്നെയായിരുന്നു ജോലി. ആദ്യം പ്രണയാഭ്യർത്ഥന നിരസിച്ചെങ്കിലും പിന്നീട് അടുപ്പമായി. ഇഷ്ടപ്പെട്ടു, അങ്ങനെ സംസാരിച്ചു. പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഇന്ത്യനെ ഞാൻ മനസ്സിലേ കാണുന്നില്ല എന്ന് പറഞ്ഞു. UAE-യിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെയാണ് ഇവരെല്ലാം പരസ്പരം പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചും കളിച്ചുമാണ് കഴിയുന്നതെങ്കിലും പ്രണയം സഫലീകരിക്കുക അന്ന് അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. വീട്ടുകാരുടെ എതിർപ്പ് തന്നെ പ്രധാന കാരണം. അമ്മയെ ഇവിടെ കൊണ്ടുവന്നു, ആളെ പരിചയപ്പെടുത്തി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആളെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ അമ്മ അതിൽ ദുഃഖിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ പഴയ കമ്പനി വെച്ചിട്ട് പിന്നെ ഒരു സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടി. ഇറ്റ് വാസ് വെരി ഹാർഡ്. ദറ്റ് ഇസ് എ ലോങ് സ്റ്റോറി. ഓക്കെ. ആഫ്റ്റർ ഐ വെന്റ് ടു ഫിലിപ്പൈൻ and marriage. She treated me overwhelming there in Kerala. She's nice. She treated me nice. All the family is there. It's nice. ഫിലിപ്പീൻസിൽ പോകുന്നേക്കാൾ ഇഷ്ടം നാട്ടിൽ വരുന്നു. ഭാഷയായിരുന്നു മറ്റൊരു വില്ലൻ. നാട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും അടുത്തു പോകുമ്പോൾ സംസാരിക്കാൻ പാടുപെടും. പക്ഷേ മക്കൾ വളർന്നപ്പോൾ ആ പ്രതിസന്ധി പരിഹരിച്ചു. എന്നോട് ചോദിക്കും അമ്മ എന്താ പറയണേ, ബിക്കോസ് അവിടെ മലയാളം മാത്രമേ അറിയൂ. സോ അങ്ങനെയാണ് ഞാൻ ട്രാൻസ്ലേഷൻ അങ്ങനെ ചെയ്യുന്നത്. അമ്മ ഞങ്ങളോട് മലയാളത്തിൽ തന്നെ, അമ്മ ഞങ്ങളുണ്ടായപ്പോൾ തന്നെ മലയാളത്തിലാണ് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ആക്കി സംസാരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാം. മലയാള സിനിമകളും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഇവർക്ക് പ്രിയങ്കരമാണ്. I love Jaya Surya. There is one movie with Jaya Surya, Trishur. I like it. Trishur Puram. I love it very much. And also Mohanlal. Yeah. The last movie we watched is 2018 and my daughter, she cried a lot and even me. കേരളത്തിന് സമാനമായ കാലാവസ്ഥ, തെങ്ങും വാഴയും അടക്കമുള്ള കൃഷികൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയാലും ഫിലിപ്പൈൻസിൽ നിന്നും വലിയ മാറ്റമുള്ളതായി തോന്നാറില്ല. കേരളീയ ഭക്ഷണവും ആഘോഷങ്ങളുമൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇഡ്ഡലിയും സാമ്പാറും പൂരി മസാലയും സദ്യയുമൊക്കെയാണ് ഇഷ്ടമുള്ള രുചി വിഭവങ്ങൾ. This is one of my favorite food.
Amma always cook this in breakfast. We love it. My baby and I love it. This what is called this, babe? Puri. Puri with we Amma cook some. Yeah. No, there is a one. Kurma curry. Yes, I love it with the puri. Yan, prepare cookiam, sambar, toren, sadya. Yan, sadya. And my favorite also is after eating the sadya, the paisam, then mix with the papadam. That's very super. കേരളത്തിലോ ഫിലിപ്പീൻസിലോ ചിലപ്പോൾ ഇരു രാജ്യങ്ങളിലും അതത് രാജ്യങ്ങളിലെ ആചാരമനുസരിച്ചോ ആണ് ഇവരെല്ലാം വിവാഹിതരായത്. കേരളത്തിന്റെ മരുമക്കളും മക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്, ഫിൽ ഇന്ത്യ യുണൈറ്റഡ്. നിയമപ്രകാരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുകയും പൗരത്വത്തിനുള്ള നിയമസഹായം ഉറപ്പാക്കുകയുമാണ് ഫിൽ ഇന്ത്യ യുണൈറ്റഡിന്റെ ലക്ഷ്യം. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അത്ര ഈസി ആയിട്ടൊന്നും ഒരിക്കലും അത് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആക്ച്വൽ മോട്ടോ. മലയാളീസ് കൂടുതൽ ദുഃഖം ഇഷ്ടപ്പെടുന്നവരും ഫിലിപ്പിനോസ് കൂടുതൽ സന്തോഷം ഇഷ്ടപ്പെടുന്നവരാണ്. അവരെന്ത് ചെറിയ മൊമെൻറ്റിനും സന്തോഷമായിട്ട് കാണാൻ ആഗ്രഹിക്കും. നമ്മൾ ചെറിയ സംഭവത്തിനും അങ്ങനെയൊക്കെ അങ്ങ് പോണു എന്ന രീതിയിൽ കുറച്ചൊരു നെഗറ്റീവ് ചായയിൽ കാണാനാണ് പലരും. അങ്ങനെയാണ് അതൊരു എന്താ അറിയില്ല എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവർ ഇങ്ങനെ ഒത്തുകൂടും. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഒരുമിച്ചിരിക്കും. കളിച്ചും ചിരിച്ചും കുട്ടികളും കൂട്ടം ചേരും. രണ്ട് സംസ്കാരങ്ങൾ ഈ ചിരികളിൽ ഒന്നാകും.